പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്ററിനെതിരെ വധഭീഷണി എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് നമ്മുടെ കേരള സമൂഹത്തിൽ നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും എനിക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെയോ വന്ന ഉടനെ അവൻ്റെ ജീവൻ എടുക്കുക, അവന് കൊലവിളി നടത്തുക, അവനെതിരെ ആക്രോശിച്ച് അവനെ ഇല്ലാതാക്കുക, ഇത് എന്ത് മര്യാദയാണ്? ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസ ഒറ്റയ്ക്കല്ല, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ ഒറ്റയ്ക്കല്ല. നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻ പീറ്ററിനെ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള എല്ലാ PLR പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണയും അകമഴിഞ്ഞ കൂട്ടായ്മയും കാസയുടെ പ്രവർത്തനങ്ങൾക്കും കാസയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ ഇവിടെ കൊലവിളിയും ആക്രോശങ്ങളും പരസ്പര ഭീഷണികളും കൊലവിളികളും നടക്കുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ എന്തു ചെയ്യുകയാണ്? ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളോട് എനിക്ക് ഒത്തുപതിക്കാനുള്ളത്, നാം രംഗത്തിറങ്ങേണ്ട സമയമാണ്. RSSനെ പ്രതിരോധിക്കാൻ സെമിനാർ നടത്തിയത് കൊണ്ട് കാര്യമില്ല. RSSനെ പ്രതിരോധിക്കാൻ വാഴു പരമ്പര നടത്തിയത് കൊണ്ട് കാര്യമില്ല. RSSനെ പ്രതിരോധിക്കാൻ എവിടെയെങ്കിലും 4-3 പുസ്തകങ്ങൾ എഴുതിയത് കൊണ്ട് കാര്യമില്ല. ലേഖനം എഴുതിയത് കൊണ്ട് കാര്യമില്ല. RSSനെ പ്രതിരോധിക്കണമെങ്കിൽ RSSകാരനെ മേനി വേദനിക്കണം. അതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്ന സന്ദേശം. ഇങ്ങോട്ട് മേരി വേദനിച്ചെങ്കിൽ RSSകാരനെ മേരി വേദനിക്കണം. അപ്പോഴേ ഈ പണി നിർത്തുകയുള്ളൂ എന്ന് പോപ്പുലർ ഫ്രണ്ട് ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഇരുട്ടുമുറിയിലോ അടച്ചിട്ട റൂമിലോ പറയാനുള്ളതല്ല. RSSകാരൻ എന്താണോ മേരി വേദനിക്കുന്നത്, അവന്റെ ദേഹത്ത് എന്നാണോ പാടുകൾ വീഴുന്നത്, അവന്റെ ദേഹത്ത് എന്നാണോ മുറിവുകൾ ഉണ്ടാകുന്നത്, അന്നേ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയുള്ള അരാജകത്വ അവസ്ഥകൾക്ക് കേരളത്തിൽ അറുതി വരണം. ഗവൺമെന്റ് ഇടപെട്ടേ പറ്റൂ.